ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം എന്ന ഗ്രാമത്തിലേക്കാണ് കേട്ടോ. ഇന്ന് 2025 ജൂലൈ 9. ഇന്നത്തെ ദിവസം ചമ്പക്കുളം നിവാസികൾ ഒരു ഉത്സവത്തിൻ്റെ ലഹരിയിലാണ്. അതെന്താണെന്ന് അറിയണ്ടേ? അതാണ് പ്രശസ്തമായ ചമ്പക്കുളം മൂലം വള്ളംകളി. ആ ജലമേള കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ ചമ്പക്കുളത്ത് എത്തി കേട്ടോ. ഒത്തിരി വാഹനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അല്ലേലും ചമ്പക്കുളം നിവാസികൾ അങ്ങനെ എത്ര ദൂരെ പോയാലും ഇന്നത്തെ ദിവസം എല്ലാവരും ഇവിടെ ഒത്തുകൂടും. എന്നിട്ടൊരു ആഘോഷം തന്നെയാണ് ഇവിടെ. നമ്മൾ ആദ്യം പോകുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ് കേട്ടോ. അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോണ റോഡാണിത്. ഒരുപാട് ആൾക്കാരെല്ലാം വരുന്നുണ്ട്. നല്ല ബ്ലോക്കാണ് വണ്ടിയെ. ഇപ്പം കുറേ ആൾക്കാരെല്ലാം വന്ന് കാണും. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ കാണാം തിരക്ക്. മഴ സമയമാവേണ്ടേ റോഡെല്ലാം ഇച്ചിരി മോശം കേട്ടോ. എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. അതിലെ കൂടിയൊക്കെ നീന്തിപ്പോകാനൊക്കെ മാർഗമുള്ളൂ. നമ്മൾ ചെന്നപ്പോൾ വള്ളംകളിയൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. എങ്കിലും ഒത്തിരി ആവേശത്തിൻ്റെ ആരവങ്ങളൊക്കെ അവിടെ കേൾക്കാൻ കഴിയും. അവിടെ ഓരോ വള്ളങ്ങൾക്കും ഫാൻസുകാരുണ്ട് കേട്ടോ. ആ ഫാൻസുകാരാണ് ബാനറും ഒക്കെ വെച്ച് കെട്ടി പലതരം വേഷങ്ങൾ അണിഞ്ഞ് വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അവർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ് കേട്ടോ. ഇവിടെ എല്ലാ വള്ളങ്ങളും വന്ന് ഫ്ലാഗ് ഓഫ് നടത്തിയാണ് ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് മത്സരം തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്നാലേ ശരിയായ രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്ര തിരക്കാണ് ഇവിടെ. ഇവിടെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് വള്ളം നീങ്ങുന്നതും കണ്ടിട്ട് നമുക്ക് പോകാം. ബഹുമാനപ്പെട്ട അച്ഛൻ മാവേലിക്കരയുടെ പ്രിയങ്കരനായ MP കൊടിക്കുന്നിൽ സുരേഷ്, ബഹുമാനായ കുട്ടനാട് MLA തോമസ് കെ തോമസ് അവர்கள், ബഹുമാനായ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അവர்கள், അച്ചടക്കത്തോടും സ്പോർട്സ്മാൻ സ്പിരിറ്റോടും കൂടി ആദ്യാവസാനം പങ്കെടുക്കണം. ഇതിനാൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. നമുക്കിനി മത്സരം നല്ല രീതിയിൽ കാണാവുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ട് നമുക്ക് പോയാലോ. വള്ളംകളി കാണാൻ വന്നവരുടെ വാഹനമാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ചമ്പക്കുളം പള്ളിയാണ് കേട്ടോ. സെൻറ്റ് മേരീസ് ചർച്ച്. ഈ പള്ളിയുടെ കിഴക്ക് വശത്തുള്ള ആറ്റിലാണ് വള്ളംകളി നടക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു പാലമുണ്ട്, ചമ്പക്കുളം പാലം. ആ പാലത്തെ ചെന്ന് നമുക്ക് നോക്കാം. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാം. അങ്ങോട്ട് എന്തായാലും നടക്കുവാണ്. ഇത് പള്ളിയിലെ സെമിത്തേരിയായി കാണുന്നത് കേട്ടോ. ദൂരെ കാണുന്നതാണ് പള്ളി. ഓ, പാലത്തേലൊക്കെ നല്ല തിരക്കാണെന്നാണ് തോന്നുന്നത് കേട്ടോ. സ്ഥലം കിട്ടുമോയെന്നറിയില്ല. എന്തായാലും നമുക്ക് ചെന്നൊന്ന് നോക്കാം. ഈ പാലത്തിൽ നിന്ന് വള്ളംകളി കാണാനാണ് കേട്ടോ എല്ലാവരും ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ കാണാം. കണ്ടോ, ഈ പാലത്തിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോഴേ നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അങ്ങനെ വള്ളംകളി സ്റ്റാർട്ടായി കേട്ടോ. അങ്ങ് ദൂരെ നിന്ന് 2 ചുണ്ടൻ വള്ളങ്ങൾ തുഴഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 2 റൗണ്ട് മത്സരം കഴിഞ്ഞ് ആദ്യത്തെ മത്സരത്തിൽ ജയിച്ച വള്ളം വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ഇനി ഈ വള്ളങ്ങൾക്കെല്ലാം സെമി ഫൈനലുണ്ട്. അത് കഴിഞ്ഞാണ് ഫൈനൽ റൗണ്ടിൽ 3 വള്ളങ്ങളായിരിക്കും മത്സരിക്കുന്നത്. ഈ ചമ്പക്കുളം മൂലം വള്ളങ്ങളുടെ ചരിത്രം എന്താണെന്നോ? ചങ്ങനാശ്ശേരി കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ചരിത്ര സ്മരണയ്ക്കാണ് മിഥുനമാസത്തിലെ മൂലം വള്ളംകളി ചമ്പക്കുളം പമ്പയാറ്റിൽ നടക്കുന്നത്. ഈ പമ്പയാറ്റിൽ ചമ്പക്കുളം മൂലം വള്ളംകളിയോടുകൂടിയാണ് കുട്ടനാട്ടിലെ വള്ളംകളികളുടെ തുടക്കം. ഇതിൽ ഏറ്റവും പ്രശസ്തമായത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഈ കാണുന്നത് ചുണ്ടൻ വള്ളങ്ങളല്ല, അതിൻ്റെ ചെറിയ വള്ളങ്ങളായ വെപ്പ് വള്ളങ്ങൾ എന്ന് പറയും. അതിൻ്റെ മത്സരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ വാശിയേറിയ ഫൈനൽ മത്സരമാണ്. വടി തുടങ്ങും പിന്നെ എന്നാ നോക്കാം. ചെറുതാനൊക്കെ ഫസ്റ്റ് വെക്കാനോ? അങ്ങനെ ഫൈനൽ മത്സരവും കഴിഞ്ഞു. അതിൽ ഒന്നാമതെത്തിയത് ചെറുതന പുത്തൻ ചുണ്ടൻ, രണ്ടാമത് ചമ്പക്കുളം ചുണ്ടൻ, മൂന്നാമത് ആയാപറമ്പ് വലിയ ദിവാഞ്ചി. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.